മുംബൈയെ നടുക്കിയ ഒരു കുടുംബത്തിന്റെ അപ്രതീക്ഷിത മരണം പുതിയ വഴിത്തിരിവിലേക്ക്. അബ്ദുള്ള ദോഖാഡിയെയും കുടുംബവും തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധ മൂലമാണ് മരിച്ചതെന്ന പ്രാഥമിക നിഗമനങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ തള്ളപ്പെട്ടിരിക്കുകയാണ്. ആന്തരിക അവയവങ്ങളിൽ കണ്ടെത്തിയ മോർഫിന്റെ സാന്നിധ്യം മരണത്തിന് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. ഈ മാസം 27-നാണ് മുംബൈ സ്വദേശിയായ അബ്ദുള്ള ദോഖാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവർ ഒരേ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. കുടുംബം ഒന്നടങ്കം ഇല്ലാതായത് നഗരത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. അന്ന് വൈകുന്നേരം ബന്ധുക്കൾക്കൊപ്പം മട്ടൻ പുലാവ് കഴിച്ചതായിരുന്നു കുടുംബം. ബന്ധുക്കൾ മടങ്ങിയ ശേഷം 4 പേരും തണ്ണിമത്തൻ കഴിക്കുകയും ചെയ്തു. പുലർച്ചയോടെ ഇവർക്ക് കടുത്ത ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു. ഛർദിയും വയറിളക്കവും ബാധിച്ച ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആരെയും രക്ഷിക്കാനായില്ല. തണ്ണിമത്തൻ കഴിച്ചതാണ് മരണകാരണമെന്ന് അന്നേ ദിവസം വലിയ രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ തണ്ണിമത്തനിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെയാണ് മരണകാരണം കണ്ടെത്താൻ വിദഗ്ധർ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഫോറൻസിക് പരിശോധനയിൽ അബ്ദുള്ളയുടെയും കുടുംബത്തിന്റെയും ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലായതായി കണ്ടെത്തി. ഹൃദയം, തലച്ചോറ്, കുടൽ തുടങ്ങിയ പ്രധാന അവയവങ്ങളെല്ലാം ഇത്തരത്തിൽ നിറം മാറിയിരുന്നു. കടുത്ത വിഷബാധ ഏറ്റാൽ മാത്രമേ ആന്തരിക അവയവങ്ങൾ ഇത്തരത്തിൽ പച്ച നിറത്തിലേക്ക് മാറൂ എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഇത് സാധാരണ ഭക്ഷ്യവിഷബാധയിൽ സംഭവിക്കുന്ന ഒന്നല്ല. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇവരുടെ ശരീരത്തിൽ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നതാണ്. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മോർഫിൻ അമിത അളവിൽ ഉള്ളിൽ ചെന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിഷം ഉള്ളിൽ ചെന്നാണോ അതോ മറ്റാരെങ്കിലും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിയതാണോ എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാലേ ഇതിൽ വ്യക്തത ലഭിക്കൂ. മരിച്ചവരുടെ വീടും പരിസരവും പോലീസ് വിശദമായി പരിശോധിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ ലാബ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കുടുംബത്തിന് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മട്ടൻ പുലാവ് കഴിച്ച ബന്ധുക്കൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് തണ്ണിമത്തനിലേക്കോ അതിനുശേഷം കഴിച്ച മറ്റെന്തെങ്കിലും വസ്തുക്കളിലേക്കോ വിരൽ ചൂണ്ടുന്നു. മരണപ്പെട്ട ദമ്പതികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും മുംബൈ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ കണ്ടെത്താനായിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. 16ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടെ അകാല മരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ തളർത്തിരിക്കുകയാണ്. വിദ്യാലയത്തിൽ മിടുക്കികളായിരുന്ന കുട്ടികളായിരുന്നു സൈനബും ആയിഷയും. ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് സൂചന. കലിനയിലെ ഫോറൻസിക് ലാബിലാണ് പരിശോധനകൾ നടക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും പരിശോധിച്ചു വരികയാണ്. മരണ ദിവസം വീട്ടിലെത്തിയവരെ കുറിച്ചും മറ്റാരെങ്കിലും അസ്വാഭാവികമായി അവിടെ എത്തിയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. മോർഫിൻ പോലെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ലഭിക്കില്ല. അതിനാൽ ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതും വലിയൊരു ചോദ്യമാണ്. മുംബൈയിലെ തണ്ണിമത്തൻ വിപണിയും ഈ വാർത്ത തുടക്കത്തിൽ ബാധിച്ചിരുന്നു. എന്നാൽ FDA ക്ലീൻ ചിറ്റ് വന്നതോടെ പഴവർഗ്ഗങ്ങൾ മൂലമുള്ള ഭീതിക്ക് കുറവ് വന്നിട്ടുണ്ട്. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചു. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിൽ എത്തൂ എന്ന് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. കുടുംബം ഒരേ സമയം മരണപ്പെടുന്നത് വിരളമാണ്. അതിനാൽ തന്നെ അബ്ദുള്ള ദോഖാഡിയയുടെ കുടുംബത്തിന്റെ മരണം ഗൗരവത്തോടെയാണ് നിയമപാലകർ കാണുന്നത്. ദുരൂഹമായ ഈ മരണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ ഉടൻ പുറത്തുവരുമെന്ന് തന്നെ കരുതാം. ഫോറൻസിക് ലാബിലെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് മുംബൈ നഗരം.